ഇപ്പോൾ വരുന്ന ഈ വിമർശനങ്ങളെ കാണുന്നത് ഈ ഒരു മരം അല്പം ചാഞ്ഞു എന്ന് തോന്നിയാൽ പിന്നെ അതിലേക്ക് ഓടിക്കറാൻ വളരെ എളുപ്പമാണല്ലോ. ആ നിലയിലുള്ള വിമർശനമാണോ ഇപ്പോൾ എല്ലാ കോണുകളിലും വരുന്നത് എന്നുള്ളത്? അതായത് രണ്ട് വ്യക്തികളിലേക്ക് മാത്രമായി പരാജയത്തിന്റെ എല്ലാ പാപഭാരവും ഏൽപ്പിക്കാനുള്ള ശ്രമം. ഇപ്പോൾ പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന അതേ ഏരിയ കമ്മിറ്റിയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് കാരണഭൂതൻ പാട്ടെഴുതിയത്. എസ്കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, പിണറായി വിജയനെ പ്രകീർത്തിച്ച് കാരണഭൂതൻ പാട്ടെഴുതിയത്. ഇന്ന് അദ്ദേഹം രാജിവെക്കണമെന്ന് പറയുന്ന അതേ ഏരിയ കമ്മിറ്റിയാണ്. അപ്പോൾ ഇത്ര നാളുകൾക്കുള്ളിൽ അവർക്ക് ഈ ബോധോദയം എവിടെ നിന്നുണ്ടായി എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പരാജയത്തിന്റെ പാപഭാരം ഒന്നോ രണ്ടോ ആളുകളിലേക്ക് മാത്രമായി ചുരുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് വലിയ സംശയമുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ പോയ കാലത്ത് എന്തായിരുന്നു, ഇപ്പോഴെന്തായിരുന്നു എന്നതിനൊക്കെ അപ്പുറം വേറൊരു പോയിന്റുള്ള എന്താണെന്ന് അറിയാം. അതായത് ഇപ്പോൾ അതിന് MAVV പോലുള്ള മുന്നതരായ പാർട്ടി നേതാക്കന്മാരും പാർട്ടി മൊത്തമായിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ പാർട്ടിയുടെ തലപ്പത്തുള്ള രണ്ട് സഖാക്കൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ഈ പാർട്ടി പാർട്ടി തിരുത്തണമായിരുന്നു. പാർട്ടി തിരുത്താതെ പോയ പാർട്ടിയും പാർട്ടി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും അനുഭാവി